അമേരിക്കൻ ജനതയ്ക്ക് തുറന്ന കത്തെഴുതി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ. അമേരിക്കൻ ജനതയോട് ഞങ്ങൾക്ക് യാതൊരുവിധ ശത്രുതയുമില്ല. എന്നാൽ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്? ഇവിടെ യുദ്ധം തുടങ്ങിയത് ഞങ്ങളല്ല. മാത്രമല്ല, അതിന് ഒരൊറ്റ ഉത്തരം, അത് ഇസ്രയേലാണ്. ഇതിനു പിന്നിൽ ഇസ്രയേലിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളാണ് മുന്നോട്ട് പോയത്. ഇറാനെ ഒരു ഭീഷണിയായി തന്നെ ചിത്രീകരിക്കുന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമോ വസ്തുതകളുമായോ പൊരുത്തപ്പെടുന്നതോ അല്ല എന്നതാണ് ഇവിടെ മസൂദ് പെസൻഷ്കിയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ തന്നെ അമേരിക്കൻ ഭരണകൂടം താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം. ഇറാൻ ഒരു യുദ്ധവും തുടങ്ങിയിട്ടില്ല എന്നും എന്നാൽ ആക്രമണങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു കത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു പറയാം. അദ്ദേഹം അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. യുദ്ധവും പ്രതിരോധവും ഇറാന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് കത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തങ്ങൾ ഒരിക്കലും യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്നും എന്നാൽ ആക്രമണങ്ങളെ ശക്തമായി തന്നെ നേരിട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിച്ചു. അതേപോലെ തന്നെ ഇറാനെ ഒരു ഭീഷണിയായി തന്നെ ചിത്രീകരിക്കുന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. അത്തരം ധാരണകൾ അധികാരമുള്ളവരുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. ആക്രമണങ്ങളെ ന്യായീകരിക്കുവാനും സൈനിക മേധാവിത്വം നിലനിർത്തുവാനും ആയുധ വ്യവസായത്തെ അത് പോഷിപ്പിക്കുവാനും തന്ത്രപരമായ വിപണികളെ തന്നെ നിയന്ത്രിക്കുവാനും ഒരു ശത്രുവിനെ സൃഷ്ടിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഭീഷണി നിലവിലില്ല എങ്കിൽ അവർ അത് നിർമ്മിച്ചെടുക്കുന്നു എന്നാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിലൂടെ തന്നെ US പൗരന്മാരിൽ നിന്നും ആരുടെയും താല്പര്യമാണ് സംരക്ഷിക്കേണ്ടതെന്നും ഇവിടെ അവർ എടുത്തു പറയേണ്ടതാണ്. അത്തരമൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതു തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന്മേലാണ് ഈ യുദ്ധം തുടങ്ങിയതെന്നും അദ്ദേഹം ചോദിക്കുന്നു. നിരപരാധികളായവരെ ഇവിടെ കൊല്ലുന്നതിലൂടെയും അതുപോലെ തന്നെ മരുന്നു കമ്പനികളും ആശുപത്രികളും നശിപ്പിക്കുന്നതിലൂടെ എന്താണ് ഇവർ ചെയ്യുന്നത്? കരാറിലെത്താനുള്ള ചർച്ചകൾക്കിടെ തന്നെ US സർക്കാരാണ് ഈ ഒരു ഏകപക്ഷീയമായി തന്നെ പിന്മാറിക്കൊണ്ട് ആക്രമണം തുടങ്ങിയതെന്നായിരുന്നു ഇവിടെ പ്രസിഡന്റ് ചൂണ്ടിക്കാണുന്നത്. ഇറാന്റെ ഊർജ വ്യവസായ മേഖലകൾക്ക് എതിരായ ആക്രമണം ഇറാൻ ജനതയ്ക്കെതിരായ ആക്രമണമാണ്. അതോടുകൂടി തന്നെ ഇറാന്റെ അതിർത്തിയും കടന്ന് യുദ്ധം വ്യാപിപ്പിക്കുന്നു. ഇത് ഒരു കരുത്തല്ല എന്നും പ്രശ്ന പരിഹാരത്തിലെത്താനുള്ള കഴിവില്ലായ്മയാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. അതേപോലെ തന്നെ പാലസ്തീനികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി തന്നെ ഇറാനെതിരെ തിരിയുകയായിരുന്നു ഇസ്രയേൽ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ അവിടെ ഭീഷണിയാണ് എന്ന തരത്തിൽ പ്രഖ്യാപനം സൃഷ്ടിച്ചു. ശരിക്കും അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന US ഭരണകൂടം ആർക്കാണ് മുൻഗണന നൽകുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഏറ്റുമുട്ടലിന്റെ പാത അത് മുൻപത്തേക്കാൾ ചെലവേറിയതും അതേപോലെ തന്നെ ഫലശൂന്യവുമാണ് എന്നതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. യുദ്ധവും സമാധാനവും ഏത് വേണമെന്ന തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തലമുറകളുടെ ഭാവി നിർണയിക്കുമെന്നതായിരുന്നു വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷം ലഘൂകരിക്കാൻ കൃത്യമായ നടപടികൾ അത് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് സൂചനയിലൂടെ തന്നെ ഈ ഒരു കത്തിലൂടെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇറാൻ വെടിനിർത്തലിന് ശ്രമിക്കുന്നുവെന്ന ട്രംപിന്റെ ആ ഒരു സോഷ്യൽ മീഡിയ അവകാശവാദത്തിന് പിന്നാലെയാണ് ഈ ഒരു കത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും അതേപോലെ തന്നെ US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശത്തോട് ഇറാൻ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നത് വഴി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഈ ഒരു കത്തിലൂടെ പരാമർശമില്ലെങ്കിൽ പോലും ഇറാൻ നടത്തിയ സൈനിക നടപടി അവിടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ US ജനങ്ങളോട് ഇറാനികൾക്ക് യാതൊരുവിധ ശത്രുതയുമില്ല എന്നും ഈ കത്തിലൂടെ എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.